തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇക്കോണമിയുടെ അടിത്തറ എന്താണ്? കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അതിഥി തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് ഇന്ന് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. നിർമ്മാണം, കൃഷി, ഹോട്ടൽ, വ്യവസായം തുടങ്ങി നിരവധി മേഖലകളിൽ അവരുടെ അധ്വാനമാണ് പല പ്രവർത്തനങ്ങളുടെയും നട്ടെല്ല്. അത്തരത്തിൽ കുടുംബത്തിന്റെ ഉപജീവനത്തിനായി സ്വന്തം നാടും വീടും വിട്ട് കേരളത്തിലെത്തുന്ന തൊഴിലാളികളെ അവരുടെ ചിലവഴിക്കൽ രീതിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന സമീപനം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനാകില്ല. ഇവിടെ അവർ ചിലവഴിക്കുന്നത് മദ്യത്തിനുള്ള പണം മാത്രമാണ്, ബാക്കി മുഴുവൻ നാട്ടിലേക്ക് അയക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശം അധ്വാനിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഒന്നടങ്കം അപമാനിക്കുന്നതാണ്. അവർ സമ്പാദിക്കുന്ന വരുമാനം സ്വന്തം കുടുംബത്തിന് അയക്കുന്നത് കുറ്റകരമായ കാര്യമല്ല. കേരളത്തിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന വേതനം എങ്ങനെ വിനിയോഗിക്കണമെന്നത് അവരുടെ വ്യക്തിപരമായ അവകാശവുമാണ്. അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് കേരളത്തിന് നഷ്ടമാണെന്ന രീതിയിലുള്ള പ്രചാരണം യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതല്ല. അവർ ഇവിടെ താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, യാത്ര ചെയ്യുന്നു, വിവിധ സേവനങ്ങൾ ഉപയോഗിക്കുന്നു. അതിലൂടെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നേരിട്ടും പരോക്ഷമായും വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു. അതിനേക്കാൾ പ്രധാനമായി ഇന്ന് പ്രാദേശിക തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെടുന്ന നിരവധി മേഖലകൾ മുന്നോട്ടു പോകുന്നത് ഇവരുടെ അധ്വാനത്തിന്റെ കരുത്തിലൂടെയാണ്. സമൂഹത്തിൽ വിഭജനമോ തെറ്റായ ധാരണകളോ സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾക്ക് പകരം തൊഴിലാളികളോടുള്ള ബഹുമാനവും ഉൾക്കൊള്ളുന്ന സമീപനവും സ്വീകരിക്കുകയാണ് ജനപ്രതിനിധികളുടെ കടമ. കേരളത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകുന്ന അതിഥി തൊഴിലാളികളെ ആക്ഷേപിക്കാതെ അവരുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കുന്ന നിലപാടാണ് ഒരു പുരോഗമന സമൂഹത്തിന് കൂടുതൽ യോജിച്ചത്.